വെൽക്കം ബാക്ക് ടു ഷെഫ്സ് കിച്ചൺ. ഇടവേളയ്ക്ക് മുമ്പ് നമ്മളൊരു സ്നാക്കാണ് പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മളൊരു ഡ്രിങ്ക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഒരു കോക്ടെയിൽ ഡ്രിങ്ക്. അത് ലക്ഷ്മി നമുക്ക് വീണ്ടും പരിചയപ്പെടുന്നതായിരിക്കും. ലക്ഷ്മി, അതെന്താണെന്ന് പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തി കൊടുക്കാമോ? ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഡ്രിങ്ക് ഒരു കരീബിയൻ ഡ്രിങ്കാണ്. പിനക്കോളഡ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പേര് കേട്ട് ആരും ഞെട്ടേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയ ഇൻഗ്രീഡിയൻസ് ആണ് മുഴുവൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ്, അതുപോലെ തന്നെ ഇവിടെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിയാലോ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളൂ. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. നല്ല ഫ്രഷ് പൈനാപ്പിൾ കട്ട് ചെയ്തതാണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല മധുരമുള്ള പൈനാപ്പിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഒരു ബൗൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ ഏതാണ്ട് ഒരു ചെറിയ പൈനാപ്പിളാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തതുള്ളൊരു ക്രീമാണ്. ക്രീം ഒരു കപ്പാണ്. ഇത്രയും പോകുന്ന ഒരു നോർമൽ വലുപ്പത്തിലുള്ള ഒരു കപ്പ് ഒരു ക്രീമാണ് യൂസ്. ഡബിൾ ക്രീം തന്നെ വേണമെന്നില്ല, നോർമൽ ക്രീം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ക്രീമാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് പറയുന്നത് കോക്കനട്ട് മിൽക്കാണ്. അതായത് നമ്മുടെ നാളികേരപ്പാൽ എല്ലാവർക്കും അറിയാം, ഗ്രേറ്റഡ് കോക്കനട്ട് അവൈലബിൾ ആണ്. അത് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലാണ് ഇവിടെ ഉള്ളത്. അതല്ലാതെ കോക്കനട്ട് മിൽക്ക് ഇപ്പോൾ എല്ലായിടത്തും ടിന്നിലെല്ലാം വാങ്ങാൻ കിട്ടും. അപ്പം അത് ഒരു ടിന്ന് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ സ്വീറ്റഡ് കണ്ടൻസ് മിൽക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതാണ് കൂടുതൽ ടേസ്റ്റ്, കാരണം നമ്മൾ ക്രീം സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രീമിൽ ഷുഗർ ഒന്നുമില്ല. പക്ഷേ ഈ കണ്ടൻസ് മിൽക്ക് നല്ല മധുരമുള്ള കണ്ടൻസ് മിൽക്കാണ്. ഇവിടെ മധുരം ഇല്ലാത്ത കണ്ടൻസ് മിൽക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മധുരം ആഡ് ചെയ്യാം. ഇനി അവസാനമായിട്ട് നമ്മൾ പറയുന്നത് സ്ട്രോബെറിയാണ്. അപ്പോൾ സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് അതിൽ ഷുഗർ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത്. ഗാർണിഷിങ് എന്ന രീതിയിൽ ലാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ജ്യൂസ് അടിക്കുമ്പോൾ ഒരിക്കലും സ്ട്രോബെറി ഒന്നും യൂസ് ചെയ്യുന്നില്ല. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൈനാപ്പിളും കോക്കനട്ട് മിൽക്കും ആണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇളനീര് അതായത് കോക്കനട്ട് വാട്ടർ. ഇതിനകത്തൊരു വേറൊരു ഇൻഗ്രീഡിയൻ്റ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട്. അത് വൈറ്റ് റമ്മാണ്. അത് അറിഞ്ഞുകൊണ്ട് വിട്ടതാണോ എന്താണെന്ന്? അതാണ് പിനക്കോളഡ എന്ന് പറയുമ്പോൾ നോർമലി ആൽക്കഹോൾ ചേർക്കുന്ന ഒരു ഡ്രിങ്കാണ്. പക്ഷെ വൈറ്റ് റമ്മ് യൂസ് ചെയ്യും. വൈറ്റ് റമ്മിന്റെ കൂടെ മറ്റുള്ള ഫ്രൂട്ട്സും യൂസ് ചെയ്ത് ഇത് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ നോൺ ആൽക്കഹോളിക് ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നോൺ ആൽക്കഹോളിക് ആണ് പ്രിഫർ ചെയ്യുന്നത്. വൈറ്റ് റം ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ നാളികേരം അതായത് ഇളനീര് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ആ ഇളനീരിന് പകരം നമുക്ക് അത്രയും ക്വാണ്ടിറ്റി വൈറ്റ് റം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു കപ്പ് ഇളനീരാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇത്രയും നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതിൻ്റെ പകുതി ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് റം ആണെങ്കിൽ ഈ ഒരു ഗ്ലാസ് മുഴുവൻ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. മിക്സിംഗിലേക്ക് കടക്കാം അല്ലേ? അതെ. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇവിടെ ആഡ് ചെയ്തു. ഇനി അടുത്തത് ഒരു ക്രീമാണ്. അപ്പോൾ ക്രീം ആഡ് ചെയ്യുക. അടുത്തത് ഡബിൾ ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് കണ്ടൻസ് മിൽക്കാണ്. കണ്ടൻസ് മിൽക്ക് ഒരു ടിന്നുണ്ട്. നമുക്കൊരു 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിൽ ഇനി ഷുഗർ ആഡ് ചെയ്യേണ്ടി വരില്ല. മിക്കത് ടേസ്റ്റ് നോക്കിയിട്ട് ഷുഗറിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഒരു 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് കോക്കനട്ട് മിൽക്ക്, നമ്മുടെ നാളികേരപ്പാലാണ്. ഇതും ഒരു 3/4 കപ്പ് തന്നെ ഉണ്ട്. ഒരു ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രഷർ കണ്ടു കാണാം. ഇത് ഫ്രഷ് പൈനാപ്പിൾ കട്ട് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഡബിൾ ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, തേങ്ങാപ്പാൽ, ഇത്രയുമാണ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഷുഗർ. അതെ, ഷുഗറിന് മുന്നേ നമുക്ക് കുറച്ച് ഇളനീര് ആഡ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് റം ആണെങ്കിൽ ഫുൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ഒരു കൺസിസ്റ്റൻസിക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇളനീരിൻ്റെ നല്ലൊരു ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്യാം. ഫുൾ ഗ്ലാസ് വേണ്ടി വരില്ല. ഇനി കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അധികം വേണ്ട. ഒരു 2 ടീസ്പൂൺ മതിയാവും. അപ്പം നമുക്ക് ഈ ഒരു മിക്സ്ചർ നമുക്കിനി മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡിയായി. അതെ.
അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യം, നമ്മൾ ക്രീം യൂസ് ചെയ്തിട്ടാണ് മിക്സിയിലിട്ട് അടിച്ചിരിക്കുന്നത്. ക്രീം യൂസ് ചെയ്ത് ഒരുപാട് അടിക്കുമ്പോൾ ഒരു പ്രശ്നം, അതിങ്ങനെ വേർതിരിഞ്ഞ് ബ്രേക്കായിട്ട് പോകും. അപ്പോൾ അത് മാത്രമാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷെ എന്നാലും നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്കിപ്പോൾ മറ്റേ ജ്യൂസുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് നേരിട്ട് എത്ര വേണമെങ്കിലും അടിക്കാം. പക്ഷെ ഇത് അങ്ങനെ നോക്കരുത്. എല്ലാം കൂടി അരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിർത്തണം. അപ്പോൾ നമുക്കിനി അത് സെർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോബെറിയിൽ ഷുഗർ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഷുഗർ മിക്സ് ചെയ്യുമ്പോൾ അറിയാം, കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ലിക്വിഡ് വരും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് ആദ്യം ഒഴിക്കാം. അപ്പോൾ അതിൻ്റെ ബോട്ടം അല്ലേ, താഴെ സ്ട്രോബെറി ഒഴിച്ച ശേഷം ഇനി നമുക്കിതിലേക്ക് ഡ്രിങ്ക് ആഡ് ചെയ്യാം. അപ്പോൾ ജോഷി ഇപ്പോൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ പീനാക്കോളാഡ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഡ്രിങ്കാണ്. ഇതിനകത്ത് മുമ്പേ പറഞ്ഞ പോലെ റമ്മിൻ്റെ ഒരു ഫ്ലേവർ വേണ്ടവർക്ക് റമ്മിൻ്റെ ചെറിയ ഒരു റം ഒഴിച്ച് നമുക്കത് ഫ്ലേവർ ചെയ്യാം. പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നമ്മുടെ വിൻ്റർ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഈ സമ്മർ കാലത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. താങ്ക് യു ലക്ഷ്മി. താങ്ക് യു ജോഷി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. പീനാക്കൊളാഡ പ്രിപ്പയർ ചെയ്ത രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു കരീബിയൻ ഡ്രിങ്കാണ്. കരീബിയൻ നാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വെൽക്കം ഡ്രിങ്കായി നമുക്കിത് തരുന്നതാണ്. നല്ലൊരു ഡ്രിങ്കാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യുമ്പോൾ ലക്ഷ്മി പറഞ്ഞതുപോലെ ഇതിനകത്ത് തേങ്ങാവെള്ളം യൂസ് ചെയ്ത് ഇത് നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ വേണ്ടവർക്ക് വൈറ്റ് റമ്മിൻ്റെ ഫ്ലേവർ, നമുക്ക് ഇച്ചിരി വൈറ്റ് റം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കോക്ടെയിലാണ്. അപ്പോൾ സ്നാക്സിനോടൊപ്പം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പീനാക്കൊളാഡയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.